ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് പറഞ്ഞോളൂ. ഹായ് പറഞ്ഞോളൂ. ഹായ് പറയടാ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഗോവയിലത്തെ ലാസ്റ്റ് ഫുൾ ഡേ. നാളെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിന് പോകും. ഇന്നലെ നമ്മൾ കേപ്പ് ഗോവയിൽ ചെക്ക് ഇൻ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഇവരുടെ തന്നെ പ്രൈവറ്റ് ബീച്ചിലോട്ട് രാവിലെ പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റൂമിൽ വരും. ഹോട്ടൽസിലൊക്കെ മറ്റേ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കില്ല. ഇവിടെ നമുക്ക് റൂമിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അവരുടെ മെനുവിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിന് അവർ റൂമിൽ കൊണ്ട് സെർവ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. പടികളിറങ്ങി ബീച്ചിൽ പോകാനുള്ള പ്ലാനാണ്. നമ്മളിവിടെ താഴെ എത്തി. പ്രൈവറ്റ് ബീച്ചിൽ ഉള്ള ഒരു കുട്ടി ബീച്ചാട്ടോ. അധികം ഇപ്പം ഈ സമയത്താണെങ്കിൽ ആരുമില്ല. ഞാനിവിടെ ബിസ്ക്കറ്റ് കടലിൽ പോയി. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ആയിട്ടുണ്ട്. ഇതാണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ്. ഇതും അത് തന്നെ ആയിരിക്കും അല്ലേ? പൊട്ടറ്റോ റോസ്റ്റിയാണോ ഇത്? അല്ല, ഇത് വേറെ എന്താ? നീ ഓംലെറ്റ് എന്തോ അല്ലേ വരുന്നത്? ഫ്രൈ അപ്പ് എന്ന് പറഞ്ഞൊരു സാധനം. ആ, അതാണിത്. പടക്കാണല്ലോ ഇത് കാണാൻ. അപ്പം അതാണ് ഇനി കഴിച്ചിട്ട് അഭിപ്രായം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ട് ചോക്ലേറ്റ്, ഒരു വാട്ടർമെലൺ ജ്യൂസ്, ഒരു പപ്പായ ജ്യൂസ്, ഒരു ഫ്രൈ അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു പൊട്ടറ്റോ റോസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ബാങ്ങോൺ എല്ലാം തിരുപ്പുണ്ട്. ബാങ്ങോൺ നമ്മൾ വിചാരിക്കും ചെറിയ പോർഷൻ സൈസ് ആയിരിക്കും, പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ ഇത്ര തന്നു വിട്ടിട്ടുണ്ട്. അത് പറ്റുന്നില്ല. അത്രയും പോർഷൻ സൈസ് ഉണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഒന്നും പറയില്ല, സൂപ്പർ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്തിട്ട് ഒരു എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ക്വെപ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൊളോണിയൽ സ്റ്റൈൽഡ് ഹോം. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, വഴിയെ പറയാം. നമ്മൾ ഇവിടെ വന്ന് ജാനുമി ഉറങ്ങിയോണ്ടാണ് ആക്ച്വലി ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് അവളെ കിടത്തി ഉറക്കിയിട്ട് പിന്നെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ജാനുമി ഉറങ്ങുന്നില്ല. കൊണ്ട് കിടത്തിയപ്പോൾ ഉണർന്നു. പിന്നെ ഇത് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മൾ താമസിച്ച റിസോർട്ടിലെ കീ നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കീ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ട് ആളെ വിടാൻ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ കൊറിയർ ചെയ്താൽ മതി. കാരണം അവരൊരു ഫോർമാലിറ്റിക്ക് മിക്കവാറും നമ്മൾ കൊറിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നോക്കണം ഇനി. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡാം കാണാനും ഒരു കേവ്സ് കാണാനും ആയിരുന്നു പ്ലാൻ. അതിന് പോവാം, അതിന് ഇറങ്ങാമെന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കാം. പ്ലാൻസൊക്കെ മാറിക്കൊണ്ടിരിക്കും, അറിയാലോ. എങ്കിലും നോക്കാം. റിബോണ കേവ്സ് അന്വേഷിച്ച് നമ്മൾ എത്തിയായിരുന്നു. ഇവിടെ വന്ന് കുറച്ചൊന്ന് എത്തി വരഞ്ഞ് നോക്കിയപ്പോൾ താഴെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇത് തന്നെയാണ് റിബോണ കേവ്. ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ബോർഡും ഒന്നും ഇല്ല, ടൂറിസം അങ്ങനെ ടൂറിസ്റ്റ് സെൻറ്റർ പോലെ ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്ഡ് ഒന്നും അല്ല, ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലേ കേവ്സിലൊക്കെ നമ്മൾ ചെന്ന് കയറി വല്ല പാമ്പും ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ട് പോകണ്ട, കുഴപ്പമില്ല. ഓഫ് ബീറ്റ് തപ്പി വന്നതാണ് നമ്മൾ. ചിലപ്പോൾ ക്ലീനൊന്നും ആക്കുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു ഗാർഡ് ചേട്ടനൊക്കെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ഈ പടിയെല്ലാം ഇറങ്ങി താഴെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു അടിപൊളി കേവുണ്ട്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷന് നമ്മളിവിടെ എത്തുന്നവരെ കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് റിബോണ കേവിൻ്റെ ഡീറ്റെയിൽസ്. നമ്മളങ്ങനെ ഇതിനകത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ മുകളിൽ ഫുള്ള് താണ്ട് വവ്വാലാണ് കേട്ടോ. ഒത്തിരി എണ്ണ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ നമ്പർ 2 താഴെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട്. നാട്ടാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേരിക്കുക. എന്ത് കാര്യമേ? പക്ഷെ വേറൊന്നും ഇല്ല ഇവിടെ ചെയ്യാൻ. ബട്ട് വന്ന് കണ്ടിട്ട് പോകാൻ ഒരു ഈ പറഞ്ഞ പോലെ സാധാരണ അല്ലാത്ത ഓഫ് ബീറ്റ് സംഭവങ്ങൾ ഗോവയിൽ തപ്പി നടക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് ഇഷ്ടപ്പെടും. ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കേവ്സും കൂടെ ഉണ്ട്. റിബോണ കേവ്സ് 2 എന്ന് പറഞ്ഞൊരെണ്ണം കൂടെ മാപ്പ് കാണിക്കുന്നുണ്ട്. അത് തൊട്ടടുത്ത നടന്നു പോകാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ പോകുന്നില്ല.
ബിക്കോസ് ഇതാണ് കൂട്ടത്തിൽ നമ്മൾ ഇമേജസ് ഒക്കെ കാണുമ്പോഴേ ഇതാണ് കൂട്ടത്തിൽ കുറച്ചുകൂടെ വലുതും ഒക്കെ ആയിട്ടുള്ളത്. എന്നിട്ട് തന്നെ ഇവിടെ ഒന്നും അങ്ങനെ കാണാനില്ല. മീൻ കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത സ്ഥലത്ത് പോയി ടൈം കളയാതെ ഇനിയൊരു ഡാമുണ്ട് നമുക്ക്, അപ്പോൾ അങ്ങോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഹാർട്ടിലേക്ക് കാണാൻ പോയ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം അതേ അവസ്ഥയായിരുന്നു കേട്ടോ സലോലും ഡാമും. മൺസൂണിലല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പരാജയങ്ങളോട് പരാജയങ്ങളാണ്. ഞങ്ങൾ സലോലും ഡാം തപ്പി വന്നപ്പോൾ ഇതാണിപ്പോൾ ഡാമിൻ്റെ അവസ്ഥ എന്നാണ് തോന്നുന്നത്. ഇതാ അവിടെ മണ്ടയിൽ കാണുന്നതാണ് ഡാം. പക്ഷെ വെള്ളം ഇല്ലാത്ത കാരണം ശോകം പിടിച്ച് കിടക്കുകയാണ് സുഹൃത്തുക്കളെയും. ഹാർട്ട് ലേക്കിൻ്റെ കാര്യത്തിൽ കാണിച്ച പോലെ തന്നെ ഞങ്ങൾ എന്തും കണ്ടുകൊണ്ടാണ് സലോലും ഡാം എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോയതെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്ന ഒരു എയർബിഎൻബിയിലാണ് കേട്ടോ. ഇത് ക്വപ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 160 year old ഒരു ആൻസെസ്ട്രൽ ഹോമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൻറ്റീക്ക് സാധനങ്ങളും ക്യൂരിയോസും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണറിന് അതിലൊരു ക്രേസ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, പഴയ സെറാമിക്കിൻ്റെ ഒക്കെ പാത്രങ്ങൾ, ടീ പോട്ട്സ്, ഇതേ പഴയ TV. ഇവിടെ നോക്കുകയാണെങ്കിൽ പഴയ വാച്ചുകൾ, വാച്ചിൻ്റെ ഒരു കളക്ഷൻ, ക്യാമറാസ് പഴയത്, കുട്ടി കുട്ടി പാത്രങ്ങൾ, പോഴ്സലൈൻ്റെ, സെറാമിക്കിൻ്റെ, പഴയ ഫോൺ, ഗ്രാമഫോൺ, ടൈപ്പ് റൈറ്റർ പഴയത്, ഗ്ലാസ് വെയർ, ചൈന, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. ഇതിപ്പം എന്താ ഒരു ഡൈനിങ് ഏരിയ ആണ്, ഇവിടെയാണ് കഴിക്കാനുള്ളത്. ഇവിടെ എന്ത് ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങൾ. പക്ഷേ ഇത് അടിപൊളി ഒരു ഡിഫറെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. അത് കൊള്ളാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാണ്. ലാസ്റ്റ് ഡേ ആണ്. വലിയ എന്താ പറയുക, ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമൊന്നും ബുക്ക് ചെയ്യുക, ചെറിയൊരു എയർബിഎൻബി ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ചുമ്മാ ബുക്ക് ചെയ്ത. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി ആ ഡാമിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ആയിരുന്നു, നാളെ പോകണ്ടേ. പിന്നെ ഇപ്പോൾ ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടി ഇവരുടെ ഡൈനിങ് ഏരിയയിൽ വന്നപ്പോഴാണ് ഇതെല്ലാം കാണേണ്ടത്. സിനിമയ്ക്ക് എന്താണ് ഈ വീട്ടിനെക്കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര യുണീക്ക് ആൻറ്റീക്ക് സാധനങ്ങളല്ലേ, അടിപൊളി. ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ. ഫുഡ് കണ്ടിട്ട് അതും അടിപൊളിയാണെന്ന് തോന്നുന്നു. ജാനുമേ അടിപൊളിയായിട്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് അവരൊരു ആൻറ്റീക്ക് ഹൈച്ചെയർ കൊണ്ട് കൊടുത്തല്ലേ, മണി ഒരു ആൻറ്റീക്ക് ഹൈച്ചെയർ കൊണ്ട് കൊടുത്തല്ലേ ഞാനെങ്കിൽ. അവിടെ ഇരുന്ന് തനിയിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ, ചോറ്, ചിക്കൻ, ചോറ്, ചപ്പാത്തി എല്ലാം അടിച്ചു വിടുന്നുണ്ട്. ജാനുമേ എന്തോ കഴിക്കുന്നത്? മൊത്തം സ്ഥലവും ഒന്ന് ഓടിക്കാണ്ടും കാണിച്ചായിരുന്നു. ടേബിൾ കണ്ടില്ല, എത്ര പേർക്ക് ഇരിക്കാം? 1 2 3 4 5 6 7 8 9 10 11 12 പേർക്ക് ഇരിക്കാനുള്ള ചെയർ. ഇനി തികഞ്ഞില്ലെങ്കിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിരിക്കുകയാണ്. ഉണ്ണിമാ, നമ്മളിതാ റൂമൊക്കെ ബെഡൊക്കെ ഒരു കോലത്തിൽ കിടക്കുകയാണ്. നമ്മുടെ കുറച്ച് ബാക്കി കുറച്ച് പാക്കിങ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നത്തോടുകൂടി ഗോവ ട്രിപ്പ് തീരുകയാണ്. നാളെ ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം ഹോപ്പ് യു എൻജോയ്ഡ് സീയിങ് ഗോവ വിത്ത് അസ് അല്ലേ. ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ നിങ്ങൾ, ബിക്കോസ് ഞങ്ങൾ ഇത്തവണ കുറേ ഞങ്ങൾ ബീച്ച് പോയിട്ട് പോലും ഇല്ലല്ലേ. പെബിൾ ബീച്ചും പോയി, ആ കേപ്പ് ഗോവയിലെ പ്രൈവറ്റ് ബീച്ചിലും പോയി. അല്ലാതെ ബീച്ചസ് പോയിട്ടില്ല ഗോവ വന്നിട്ട്. അല്ലാത്ത കുറേ ഓഫ് ബീച്ച് സ്ഥലങ്ങൾ തപ്പി അങ്ങനെ കാണുമായിരുന്നു. അത് നിങ്ങൾ എൻജോയ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. രാവിലെ ഒന്ന് സൺസ്ക്രീൻ തേച്ചതാ, കുറച്ച് വെളുത്തു പോയി. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ് സീരീസ് ഒക്കെ ആയിരുന്നു. അധികം പേരൊന്നും ഇത് കണ്ടിട്ടില്ല. കൂടുതൽ ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. പക്ഷെ അല്ലാതെയും കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അതാരൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഈ ഒരു പുതിയ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ സമയം മെനക്കെടുത്ത് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. ആൻഡ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു വലിയ താങ്ക്സ് ആൻഡ് ബിഗ് ഹഗ്സ് നിങ്ങൾക്ക്. അപ്പോൾ ഇനി ഇതുപോലൊരു വ്ളോഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം. Till then, take care. Bye bye.
ജാനുവി ഒരു ബൈ പറയടാ. ബൈ.